അപ്പോൾ എൻ്റെ അച്ചാറിടാൻ വേണ്ടി ഞാൻ ടൊമാറ്റോ എടുത്തു, ശകലം ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കറി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകണം, നോക്കാം എങ്ങനെ വരുമെന്ന്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളി അച്ചാറിനുള്ള തക്കാളി ഇതേണ്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കടുകും ഒരു ശക്കല ഉലുവയും ഒരു വത്തൽമുളകും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിനകത്തോട്ട് ഇടാൻ പോവാണ്. നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ ഉലുവായും 2 ടീസ്പൂൺ കടുകും ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാവേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ഉലുവായും കടുകും ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് പാറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. 3/4 വെള്ളം പറ്റിയേ. ഇനി നമുക്കിതിനെ താളിക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കതിനകത്ത് വത്തൽമുളക് ഇട്ട് കൊടുക്കാവേ. ഞാൻ കരിവേപ്പിലയും 2 വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു ശകലം മുളകും ഇട്ട് കൊടുക്കാം, മുളക് പൊടിയെ. അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം. നമ്മുടെ തക്കാളി പിക്കിൾ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി 10 മിനിറ്റ്സും കൂടെ ഇതിങ്ങനെ ഇരുന്ന് ചൂടാവട്ടെ. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ഓഫാക്കാം. തക്കാളി പിക്കിൾ റെഡി. ആറിക്കഴിയുമ്പോൾ നമുക്ക് ക്ലീനായിട്ടുള്ളൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, എത്ര നാൾ തിരിക്കും എന്നുള്ളതൊക്കെ പിന്നെ എപ്പോഴേലും അപ്ഡേറ്റ് ചെയ്യാം.